നമസ്കാരം. എല്ലാവർക്കും എന്നെ അറിയാലോ. അപ്പോൾ ഇനി ഞാൻ എന്നെ കൂടുതലായിട്ട് ഇനി വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നത് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താനാണ്. ഒരുപാട് സപ്പോർട്ട് കണ്ടു, ഒരുപാട് സന്തോഷവും സ്നേഹവും എല്ലാവരോടും. അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഒരു എക്സ്പ്ലനേഷൻ കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ബാധ്യസ്ഥയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഫർദർ ഇപ്പോൾ ചെയ്തത്. നമ്പർ 1 ഞാൻ പറയാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എനിക്ക് നേരെ ഉയർന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനു മുമ്പ് പ്രതികരിച്ചില്ല എന്നുള്ളതായിരുന്നു. എൻ്റെ ആദ്യത്തെ ഞാൻ ഒരുപാട് കമൻസ് കണ്ടതിൽ അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ഞാൻ കണ്ടത്. അതിനുള്ള ഉത്തരം ഞാൻ പറയാം. ഞാൻ അന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ എൻ്റെ കൂടെ ഒരാൾ പോലും നിൽക്കുകയായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു തരാം. അന്ന് ഒരുപാട് ഞാൻ വിഷമിച്ച് കരയുമ്പോൾ പോലും അത് കേൾക്കാൻ ഒരാൾക്കും സത്യം പറഞ്ഞ നേരം ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഭയങ്കര ബിസി ആയിരുന്നു. അവനവൻ്റെ വർക്കായിട്ട് എല്ലാവരും ഓട്ടത്തിലായിരുന്നു. പിന്നെ അവിടെ സമാധാനിപ്പിക്കാനുള്ള ഒരു ധൈര്യം ആർക്കും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്നും ഇപ്പോൾ ഈ നിമിഷം വരയ്ക്കും ഞാനിപ്പോൾ ഇതെല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞപ്പോൾ പോലും ഞങ്ങളുടെ സ്കൂളിൽ നിന്നും ഒരു ടീച്ചർ പോലും, അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ പോലും എനിക്ക് സപ്പോർട്ടായിട്ട് രംഗത്ത് വന്നിട്ടില്ല. അപ്പോൾ അവർ അത്രയും പേടിച്ചാണ് ഇരിക്കുന്നത്. അപ്പം അന്ന് ഞാൻ പ്രതികരിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? ഒരാളും എനിക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് ഞാൻ ഇത് പറഞ്ഞപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു. എൻ്റെ പാരൻസ്, എൻ്റെ കുട്ടികൾ, എല്ലാവരും, എന്നെ അറിയുന്ന എല്ലാവരും, അറിയാത്ത ഒരുപാട് പേരും എൻ്റെ മനോവിഷമം കണ്ട് മനസ്സിലാക്കി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അറിയാത്തവർ കുറച്ച് പേരുണ്ടാവുമല്ലോ, മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ഞാൻ അപ്പോൾ പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുന്നവരോടാണ് ഞാൻ പ്രത്യേകിച്ചും ഇത് പറയുന്നത്. ഈ സിറ്റുവേഷൻ വാസ് ഡിഫറെൻ്റ്. അന്ന് വേറൊരു സിറ്റുവേഷൻ ആയിരുന്നു. അന്ന് എനിക്ക് പ്രതികരിക്കാൻ സത്യം പറഞ്ഞാൽ ഒരു മനോബലം അന്ന് ആയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല. സിറ്റുവേഷൻ മാറി. ഒരു കുട്ടി മരിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ മോനും അതേ ക്ലാസ്സിൽ തന്നെ ആയിരുന്നു. അതേ പിന്നെ 9ാം ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടി തന്നെയാണ് എൻ്റെ മോനും. അപ്പോൾ ആ ഒരു വിഷമം നമ്മൾ ഒരു അമ്മ എന്ന നിലയ്ക്കും ഞാൻ അവിടെ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അതിനർത്ഥം നമ്മൾ തല്ലാൻ പാടില്ല അതിനൊന്നും ഞാൻ കമൻസ് പറഞ്ഞിട്ടില്ല. കാരണം ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളെ തല്ലണം, തല്ലി തന്നെ വളർത്തണം. നോക്കാം, പണ്ടൊക്കെ നമ്മുടെ വീട്ടുകാർ ഒരുപാട് തല്ലിയിട്ടുണ്ട്, ഞങ്ങളുടെ ടീച്ചേഴ്സ് ഒരുപാട് തല്ലിയിട്ടുണ്ട്, പുറത്ത് നിർത്തിയിട്ടുണ്ട്, പണിഷ്മെന്റ് എല്ലാം തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കൊടുക്കണം. അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ ആ പണിഷ്മെന്റ് കൊടുക്കുന്നതിനും ഒരു രീതികളുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. കാരണം എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ കൺമുമ്പിൽ അങ്ങനെ ഒരു ടീച്ചേഴ്സും പണിഷ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നോട് കുറേ പേര് ചോദിച്ചു, ഇങ്ങനെ താഴത്ത് ഡിഗ്രേഡ് ചെയ്തോ, 8ാം ക്ലാസ്സിലേക്ക് ഇങ്ങനെ എഴുതി? അതൊന്നും എനിക്ക് അറിയുന്ന കാര്യമല്ല. കാരണം ഞാൻ ആ സ്കൂളിൽ പ്രസന്റ്ലി ഇപ്പോൾ വർക്കിംഗ് അല്ല. അതുകൊണ്ടാണ് എനിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റാത്തത്. പിന്നീട് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ടീച്ചർ ഇപ്പോൾ റിസൈൻ ചെയ്തത് കൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കലും അവിടുന്ന് റിസൈൻ ചെയ്തതല്ല. എന്നെ അവിടുന്ന് ഡിസ്കണ്ടിന്യൂഷൻ മെയിൽ എനിക്ക് അയക്കുകയാണ് ചെയ്തത്. കാരണം ഞാൻ പ്രതികരിക്കും എന്ന് അവർക്ക് ചെറുതായിട്ടൊരു ഹിന്റ് കിട്ടിയത് കൊണ്ടാവാം അവരെന്നെ അവിടുന്ന് വേണ്ടാന്ന് വെച്ചത് എന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇത് എനിക്കൊരു എക്സ്പ്ലനേഷൻ തരണമെന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തുകൊണ്ടാണ് ടീച്ചർ ഇൻട്രോവേർട്ട് ആണ് എന്ന് പറയുന്ന തൻ്റെ മകനെ ഗവൺമെൻറ് സ്കൂളിലേക്ക് ചേർത്താതിരുന്നത് എന്ന്. ഞാനും ഒരു സാധാരണ ഒരു സ്ത്രീ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഒരു പാരന്റ് എന്ന നിലയ്ക്ക് നമുക്കും മോഹങ്ങൾ ഉണ്ടാവും അല്ലേ? നമുക്ക് നമ്മുടെ മക്കൾ നന്നായി പഠിക്കണം എന്ന ആഗ്രഹം നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇൻട്രോവേർട്ടായ കുട്ടീനെ കുറച്ച് എക്സ്ട്രോവേർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്കൂൾ. കാരണം ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. കാരണം ഇങ്ങനത്തെയുള്ള എന്താ പറയുക, ഡാൻസ്, പാട്ട്, കരാട്ടെ, അങ്ങനെയുള്ള ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂളാണ്. അപ്പം നമ്മൾ എന്ത് കരുതും, അപ്പം മക്കൾ കുറച്ചും കൂടി അതിലൊക്കെ ഒന്ന് ഉയർന്നു വരട്ടെ എന്നുള്ളൊരു നിലയ്ക്ക് നമ്മൾ വിടും. പിന്നെ ഈ ഗവൺമെന്റ് സ്കൂളിൽ വിട്ടുകൂടെ? എന്തിനാണ് ഇങ്ങനെ ബോഷ് കാണിക്കാനാണോ നിങ്ങളുടെ കുട്ടികളെ CBSE സ്കൂളിലേക്ക് വിടുന്നതെന്ന് ചോദിക്കുന്ന പിന്നെ കമന്റ്സിനോടും ജനങ്ങളോടും എനിക്കിതേ പറയാനുള്ളൂ. അതായത് നമ്മളെല്ലാവരും പ്രൈവറ്റ് വണ്ടിയിൽ പോവാറില്ലേ? നമ്മൾ KSRTC ബസ്സിൽ മാത്രമാണോ യാത്ര ചെയ്യുന്നത്? പ്രൈവറ്റ് ബസ്സിൽ നമ്മൾ കയറാറില്ലേ? നമുക്ക് സ്വന്തമായി ഒരു കാറോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടിയോ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ യാത്ര ചെയ്യാതെ ഞാൻ ഗവൺമെന്റിനെ അനുകൂലിച്ചുകൊണ്ട് ഗവൺമെന്റ് വണ്ടിയിൽ മാത്രമേ കയറുള്ളൂ എന്ന് പറയുന്നവരാണോ നമ്മളെല്ലാവരും? അല്ല. നമ്മൾ കാലത്തിനൊത്ത് മാറും. അപ്പം നമുക്ക് കിട്ടാത്ത സൗകര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ കുട്ടികളെ CBSE സ്കൂളിലേക്ക് വിടുന്നത്. പിന്നെ എനിക്കിതിനെക്കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ
അപ്പോൾ ഈ 10ാം ക്ലാസ് വരെയോ അല്ലെങ്കിൽ +2 വരെയോ നമ്മൾ CBSE സ്കൂളിൽ പഠിപ്പിക്കണം എന്ന ഒരു നിർബന്ധം ഉണ്ടായിട്ടല്ല. അവർക്കൊരു ബേസ് ഉണ്ടാക്കി കൊടുക്കുക, ഒരു ലാംഗ്വേജ് അവർക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വയം അത് സംസാരിച്ച് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായാൽ നമുക്ക് ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റണ്ട എന്നുള്ളതല്ല. പക്ഷേ ഇപ്പം ഞാൻ പറയാം, ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും മിടുക്കന്മാരാ, ഒരുപാട് ബുദ്ധിയും ഒരുപാട് കഴിവുകളുള്ള കുട്ടികളാണ് ഗവൺമെന്റ് സ്കൂളിൽ ഉള്ളത്. ഇല്ലയെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ഒരു സ്കൂളും നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാ സ്കൂളും നല്ലതാണ്. പക്ഷേ നമ്മുടെ കുട്ടിക്ക് ഇംഗ്ലീഷ് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ, ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചൊരു കുട്ടിക്ക് ഗവൺമെന്റ് ജോലിയാണ് കിട്ടുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതല്ലാതെ വേറൊരു ചോയ്സ് അവൻ തിരഞ്ഞെടുക്കുമ്പോൾ അവന് ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്താണ് സ്പോക്കൺ ഇംഗ്ലീഷ് വല്ലാത്തൊരു പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പം നല്ലതുപോലെ കോൺവെർസേഷൻ ചെയ്യണമെങ്കിൽ, അത് കോൺഫിഡന്റ് കൂടി ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ CBSE സ്കൂളിൽ ഒരു ബേസ് കിട്ടിയിട്ട് പിന്നെ ഗവൺമെന്റ് സ്കൂളിൽ പോകുമ്പോൾ അവർ എക്സ്ട്രാ കോൺഫിഡന്റ് ആയിരിക്കും. അങ്ങനെ ഒരു ചിന്താഗതിയിലാണ് ഒട്ടുമിക്ക പാരൻസും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന് കുട്ടികളെ വേറെ പുറത്ത് ചേർത്തിയാൽ പോരെ, അതിനിപ്പോൾ എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ ഈ CBSE സ്കൂൾ തന്നെ തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, CBSE സ്കൂളിൽ നമ്മൾ ഈ ഏത് സ്കൂളിലാണെങ്കിലും അത്യാവശ്യ പഠനം ഇപ്പോൾ ഇന്നത്തെ സിസ്റ്റം അനുസരിച്ച് കുട്ടികൾക്ക് ഉണ്ട്. അപ്പോൾ അതിന് പുറമെ വീണ്ടും അവരെ ഇപ്പോൾ കുട്ടികൾ അയ്യോ ഇനിയും പഠിക്കണോ എന്ന് ചോദിക്കുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ വീണ്ടും ഒരു കോച്ചിങ് എന്ന് പറഞ്ഞ് ഈ ചെറുപ്രായത്തിൽ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആ ക്ലാസ് എന്ന് പറഞ്ഞ കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോൾ അവർ ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. അപ്പം നമ്മൾ ഒരു മക്കളുടെ ഒരു 4 മണിക്ക് കുട്ടികളെത്തി അവർക്ക് അവരുടേതായ കുറച്ച് ഒരു പ്ലേ ടൈമും കൂടി നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പാരന്റാണ് ഞാൻ. ഹോൾ ടൈം പഠിക്കുക അങ്ങനെയുള്ളൊരു കാറ്റഗറിയിൽ പെടുന്ന ഒരു പാരന്റ് അല്ല ഞാൻ. അപ്പോൾ കുറച്ചൊക്കെ അവർക്ക് ഫ്രീഡം കൊടുക്കണം, അവർക്ക് കളിക്കാൻ ഒരു സ്പേസ് കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അത്രയും സ്മാർട്ടായിട്ട് ഇംഗ്ലീഷായിട്ട് നല്ലപോലെ ഫ്ലുവൻ്റായി സംസാരിക്കുന്ന ഒരു കുട്ടിക്കാണ് പുറമേ എവിടെയെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിൽ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് സെലക്ഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതുണ്ട്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ സ്കൂളിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അറിഞ്ഞിട്ടല്ലേ ആ സ്കൂളിൽ നിങ്ങൾ ജോയിൻ ചെയ്തത്? അപ്പോൾ നിങ്ങൾക്കത് അവിടെ പറ്റില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരായിരുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ അവിടെ തുടർന്ന് നിങ്ങൾ ജോലി ചെയ്തു എന്ന് ചോദിച്ച കുറച്ച് പേരുണ്ട്. അവരോട് ഞാൻ പറയുകയാണ്, നമ്മൾ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കോൺട്രാക്ട് തരും, 1 വർഷത്തെ കോൺട്രാക്റ്റാണ് തരിക. അത് നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് വരാൻ പറ്റില്ല. അതാണ് എത്തിക്സ്. അപ്പം നമ്മളൊരു എത്തിക്സ്, ഒരു ടീച്ചർ വരുമ്പോൾ എത്തിക്സ് പാലിക്കുന്നവരാണ്. അപ്പോൾ അത് കറക്റ്റ് 1 ഇയർ കഴിഞ്ഞാലേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്നും പറയാനും പറ്റില്ല. പിന്നെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ മാന്യമായിട്ടുള്ള റെഗുലേഷൻസ്, നമുക്ക് എന്താണ് റൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മളത് പാലിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ ഇൻസൾട്ട് ചെയ്താൽ അത് കേട്ട് നിൽക്കാം എന്ന് എവിടെയും ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു റൂളിലും ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു ഇത് സഹിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഞാൻ ഇരിക്കുന്നത്? എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഈ 1 വർഷത്തെ എൻ്റെ കോൺട്രാക്ട് കഴിഞ്ഞ് എനിക്ക് ടെർമിനേഷൻ ലെറ്റർ, അവിടുന്ന് ടെർമിനേഷൻ അല്ല, എനിക്ക് അവിടുന്ന് ഡിസ്കണ്ടിന്യൂഷൻ ഇമെയിൽ അവർ തന്ന ശേഷം പിന്നെ എനിക്ക് എൻ്റെ സെൽഫ് റെസ്പെക്റ്റിന് എനിക്ക് പറ്റിയ കാര്യം എനിക്ക് പറയുന്നതിൽ എന്ത് തെറ്റാണ് ഉള്ളത്? അതിലെന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. അപ്പോൾ ഞാൻ 1 വർഷത്തിന് ശേഷം ആ സ്കൂളിൽ നിന്ന് പുറത്ത്, പിന്നെ ചിലർ പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ നാണമില്ലേ അവിടെ നിങ്ങൾ ആ സ്കൂളിൽ വർക്ക് ചെയ്തിട്ട് അവർക്കെതിരെ കുറ്റം പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ വർക്ക് ചെയ്തു, അതിനനുസരിച്ച് ഞാൻ പണിയെടുത്തിട്ടുണ്ട്, അവർക്ക് വേണ്ട എല്ലാവിധ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഒരു വർക്കും ചെയ്യാതെ ആ സമയത്ത് ഞാൻ തേരാപ്പാരം നടന്നിട്ടില്ല. നല്ലപോലെ അധ്വാനിച്ച് ആ സ്കൂളിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ അത് വല്ലാതെ ബാധിച്ചപ്പോൾ മാത്രമാണ് ഞാൻ അവർക്കെതിരെ റെസ്പോണ്ട് ചെയ്തത്. അത്രേ എനിക്ക് പറയാനുള്ളൂ അതിനെക്കുറിച്ചിട്ട്. സത്യമായിട്ടും ഞാൻ ഒരു ദുരുദ്ദേശത്തോടു കൂടിയല്ല ഇത് ചെയ്യുന്നത്. ആരെയും അപമാനിക്കാനോ അല്ലെങ്കിൽ ആരെയും തേച്ചൊട്ടിക്കാനോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കുണ്ടായ വിഷമങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ടാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. അതിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ സോറി പറയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഞാൻ സോറി പറയണം എന്നുള്ളത്. കാരണം അത്രമാത്രം ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു, നന്ദി, നമസ്കാരം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.